എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ BPD എന്നറിയപ്പെടുന്ന ആ അവസ്ഥയുടെ ലക്ഷണങ്ങൾ, അതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് മുതലായവ എന്തൊക്കെയാണ്. നമ്മുടെ നാട്ടില് വളരെയധികം ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു തരത്തിലുള്ളൊരു പ്രശ്നമാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. എൻ്റെ അടുത്ത് വരുന്ന ക്ലയന്റ് പോപ്പുലേഷനിൽ ഏകദേശം ഒരു 30-40% ആൾക്കാർക്കും ഇത്തരത്തിലുള്ള ഒരു വ്യക്തിത്വ പ്രശ്നം കണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പരിധിവരെ അതിന് ചെറിയ ലക്ഷണമെങ്കിലും പല ആൾക്കാരിലും കണ്ടുവരുന്നുണ്ട്. സോ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ലക്ഷണങ്ങളും അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളും അതുപോലെ തന്നെ അതിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വിപുലമായിട്ടുള്ള വീഡിയോ ഉണ്ടാക്കിയിരുന്നു. ഈ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാരിൽ, നമ്മളുടെ പ്രിയപ്പെട്ടവരിൽ കണ്ടുവരുന്ന BPDയുടെ ലക്ഷണങ്ങൾ കുറച്ചും കൂടി വ്യക്തമായ രീതിയിൽ നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് നേരിട്ട് ഈ ലക്ഷണങ്ങളിലോട്ട് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. പക്ഷേ എന്നാൽ മെൻസും ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും കൂടുതലായിട്ടും സ്ത്രീകൾ തന്നെയാണ് ഈ കണ്ടീഷൻ കണ്ടുവരുന്നത്. ഇത്തരത്തിലുള്ള കണ്ടീഷൻ മൂലം സൂയിസൈഡൽ ത്രെറ്റ്സോ അല്ലെങ്കിൽ സൂയിസൈഡാലിറ്റിക്ക് പോകാനായിട്ടുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ പ്രശ്നമുള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് സഹായത്തിൽ എത്തിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ലക്ഷണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് പറയേണ്ടത്, ഒരാൾക്ക് അയാൾ ഉപേക്ഷിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒഴിവാക്കാൻ പോവുകയാണ്, ഒറ്റപ്പെടുത്താൻ പോവുകയാണ് എന്നുള്ള ചിന്തകൾ കൊണ്ട്, അതൊരു പക്ഷേ യഥാർത്ഥമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ചിന്തിച്ചു കൂട്ടിയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം. ഇതുകൊണ്ടുണ്ടാവുന്ന വളരെ ഭയം, ആ ഭയത്തെ മാറ്റിവെക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ ഭയത്തെ മാറ്റി നിർത്താനായിട്ട് അങ്ങനെ ഒഴിവാക്കാൻ പോകുന്ന ആളുടെ അടുത്ത് വളരെയധികം ക്ലോസ് ആവാനായിട്ടുള്ള ശ്രമം, അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മൾ ഒഴിവാക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഒറ്റപ്പെടുത്താൻ പോകുന്നു എന്ന് ചിന്തിച്ചിട്ട് അവരെ നമ്മൾ വെറുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ദേഷ്യം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷണമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് എ ഫേസ് ഓഫ് ഐഡിയലൈസേഷൻ ആൻഡ് ഡിവാലുവേഷൻ. അതെ, നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അതീവ ഗാഢമായിട്ട് സ്നേഹിക്കുന്ന ഒരു അവസ്ഥ, അവരെ നമ്മൾ പൂജിക്കുന്ന ഏറ്റവും നല്ല ഒരു പ്രണയിനി അല്ലെങ്കിൽ ഒരു പ്രണയർത്താവ് എന്ന രീതിയിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരു അവസ്ഥ, ഏറ്റവും എക്സ്ട്രീം ലെവലിൽ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുകയും ഇഷ്ടം കാണിക്കുകയും ചെയ്യുന്ന അവസ്ഥ. പക്ഷെ ചെറുതായിട്ടുള്ള ഒരു തരത്തിലെ വേദനയോ അല്ലെങ്കിൽ അവർ ചിന്തിച്ചു കൂട്ടിയിട്ടുള്ള ഒരു വേദനയോ അവർക്ക് അനുഭവപ്പെടേണ്ടി വരുമ്പോൾ, ഈ പുരുഷനിൽ നിന്നോ സ്ത്രീയിൽ നിന്നോ ഇത്തരത്തിലുള്ള അവസ്ഥ നേരിടേണ്ടി വരുമ്പോൾ വളരെയധികം പൂർണ്ണമായിട്ട് അവരെ വെറുത്തു പോകുന്ന അവസ്ഥ. നമ്മൾ പലപ്പോഴും പല ആൾക്കാരും പലതരത്തിലുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉള്ളവരായിരിക്കും. പക്ഷെ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും ഇതിന്റെ ഇടയിലുള്ളതായിരിക്കും. നമ്മൾ പൂർണ്ണമായിട്ടും ശരിയായിരിക്കില്ല, പൂർണ്ണമായിട്ടും തെറ്റായിരിക്കില്ല. അതിന്റെ ഇടയിലുള്ള ബ്ലാക്ക് ഓർ വൈറ്റിന് പകരം ഗ്രേ എന്ന് പറയുന്ന അവസ്ഥയിലായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒരു പക്ഷെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഗ്രേ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇല്ല. ഇവർക്ക് എക്സ്ട്രീം സ്നേഹം അല്ലെങ്കിൽ എക്സ്ട്രീം വെറുപ്പ്, രണ്ടിന്റെയും ഏകദേശം ഏറ്റവും അവസാന പരിധികളിൽ കെടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനമാണ്, ഒരു പ്രവർത്തനമാണ് ഇവരുടെ മനസ്സിന്റെ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ലക്ഷണമാണ് ഐഡന്റിറ്റി ഡിസ്റ്റർബൻസ്. അവരുടെ ഒരു വ്യക്തിത്വത്തെ കുറിച്ചിട്ടുള്ള അവർക്ക് ഒരു ധാരണയില്ലാത്ത അവസ്ഥ. ഞാൻ ഇവിടെ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവിടെ എൻ്റെ എക്സ്പ്രസ് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഞാൻ എൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചാൽ മതിയോ എന്നൊന്നും ഒരു വ്യക്തതയില്ലാത്ത, ഒരു ഉറപ്പില്ലാത്ത തരത്തിലുള്ള ഒരു വ്യക്തിത്വമായിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല വ്യത്യസ്ത രീതിയിലായിരിക്കും ഒരേ കാര്യത്തിന് തന്നെ ഇവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഇത്തരത്തിലുള്ള വളരെ കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുന്ന സെൽഫ് ഇമേജിൽ സ്വയം നോക്കിക്കാണുന്ന അവസ്ഥയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ വളരെയധികം ഇത്തരത്തിലുള്ള ആൾക്കാർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാലാമത്തെ ലക്ഷണമാണ് ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത്. ഈ ഇമ്പൾസിവിറ്റി എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള എടുത്തുചാട്ടം എന്ന് നമുക്ക് പറയാം. ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് സെക്സ്, അതുപോലെ തന്നെ ഡ്രൈവിംഗ്, കാര്യങ്ങൾ കടയിൽ പോയി മേടിക്കുന്ന അവസ്ഥയിൽ, കാര്യങ്ങൾ ഭക്ഷിക്കുന്ന അവസ്ഥയിലൊക്കെ ഇവര് ഒരിക്കലും ഒരു പ്രൊട്ടക്റ്റഡ് അല്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ എടുത്തുചാട്ടത്തിലുള്ള ഒരു സെക്ഷൽ മൂവ്മെന്റ്സും അല്ലെങ്കിൽ അത്തരം താല്പര്യങ്ങൾ പലപ്പോഴും കാണിച്ചു എന്ന് വരാം. എല്ലാവരും കാണിക്കുന്നു എന്നല്ല, അങ്ങനെ കാണിക്കുന്ന അത്തരത്തിൽ അലൗഡ് ആയിട്ടുള്ള സൊസൈറ്റികളിൽ ഇത്തരത്തിൽ വളരെ റെക്ലെസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഇമ്പൾസീവായിട്ട് സെക്ഷൽ ബിഹേവിയേഴ്സ് കാണിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ ഡ്രൈവിംഗ്, വാഹനം ഓടിക്കുക എന്നുള്ളതിലൊക്കെ ദേഷ്യം വരുന്ന സമയത്ത് പെട്ടെന്ന് വാഹനം ഓടിച്ച് ചീറിപ്പാഞ്ഞ് ഓടിപ്പിക്കാനും അല്ലെങ്കിൽ അത്തരത്തിൽ വാഹനം പ്രവർത്തിപ്പിക്കാനുമായിട്ടുള്ള ഒരു റെക്ലെസ് ഡ്രൈവിംഗ് ബിഹേവിയർ ഇവരിൽ കാണാവുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവര് കാര്യങ്ങൾ കടയിൽ പോയി പർച്ചേസ് ചെയ്യുന്നതിലാണ്. കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു കൂട്ടുക, മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് മേടിക്കുക,
ഭാവിയിൽ ഇത് ആവശ്യമുണ്ടോ, ഇതിൽ പൈസ ചെലവാക്കുന്നത് ശരിക്കും വർത്തിട്ടാണോ എന്നൊന്നും ചിന്തിക്കാതെ അങ്ങ് റെക്ലെസ് ആയിട്ട്, അങ്ങ് അധികം ചിന്തകളൊന്നും ഇല്ലാതെ സാധനങ്ങൾ മേടിച്ചു കൂട്ടുന്ന ഒരവസ്ഥ. അടുത്തൊരു കാര്യമാണ് സ്ട്രെസ്സും മറ്റു വേദനകളൊക്കെ വരുന്ന സമയത്ത് ആ സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട്, ആ വേദനകളെ കുറയ്ക്കാനായിട്ട് കുറെ ഭക്ഷണം കഴിക്കുക. ചിലപ്പോൾ ഐസ്ക്രീം കഴിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് ആയിട്ടുള്ള ചിപ്സോ അത്തരത്തിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് ഇരുന്ന് വലിയ എമൗണ്ടിൽ കഴിക്കുന്ന ഒരു തരത്തിലുള്ള അവസ്ഥയും ഇവരിൽ വളരെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ പ്രധാനമായും ശ്രദ്ധിക്കുക, ഇമ്പൾസിവിറ്റി ഇവരിൽ വളരെയധികം കൂടുതലായിരിക്കും. അതായത് എടുത്തുചാട്ടം പല മേഖലകളിലും, ജീവിതത്തിന്റെ പല മേഖലകളിലും നമുക്ക് ഇവരിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇമ്പൾസിവിറ്റി വളരെ കൂടുതലായിട്ട് കാണുന്ന മറ്റൊരു മേഖലയാണ് സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്നത്. വളരെയധികം ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരുമ്പോൾ അതിൽ നിന്നൊരു ആശ്വാസം കിട്ടാനായിട്ട് ഇത്തരത്തിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള കുറെ ആൾക്കാർ സബ്സ്റ്റൻസുകളായിട്ടുള്ള മദ്യപാനം, അതുപോലെ തന്നെ മറ്റ് ഹയർ എൻഡ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള MDMA, ഹെറോയിൻ, അത്തരത്തിലുള്ള വ്യത്യസ്ത സബ്സ്റ്റൻസുകൾ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ഉപയോഗിക്കുന്നത് ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. അതിനെക്കുറിച്ച് വരും വരായകളെ കുറിച്ച് ചിന്തിക്കാതെയോ തങ്ങളുടെ സേഫ്റ്റിയെ കുറിച്ച് ചിന്തിക്കാതെയോ ഒക്കെ എടുത്തു ചാടി ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസുകളും അഡിക്റ്റീവ് സബ്സ്റ്റൻസുകളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അഞ്ചാമത്തെ ഒരു പ്രധാനമായിട്ടുള്ള ലക്ഷണമാണ് റിക്കറന്റ് ആയിട്ടുള്ള സൂയിസൈഡൽ തോട്ട്സ്. ഇവരുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന സൂയിസൈഡൽ തോട്ട്സും അല്ലെങ്കിൽ സൂയിസൈഡൽ ത്രെറ്റ്സ്, ഇവൻ അത് സൂയിസൈഡൽ പ്രവർത്തികളിലേക്ക് അല്ലെങ്കിൽ സെൽഫ് ഹാമിംഗ് ആയിട്ട് പോകുന്ന പ്രവർത്തികളിലോട്ട് നീങ്ങുന്ന ഒരു അവസ്ഥയും നമുക്ക് കാണാം. ഇവരുടെ മനസ്സിൽ പലപ്പോഴും ഒരു വലിയ എംപ്റ്റിനെസ് നമുക്ക് കാണാവുന്നതാണ്. അതായത് ഒരു ശൂന്യത, ഒന്നും ചെയ്യാനില്ല, ആരെങ്കിലും എന്നെ സ്നേഹിക്കാനില്ല, ഞാൻ വേണ്ടപ്പെട്ട ആളല്ല, അത്തരത്തിലുള്ള പല ചിന്താഗതിയും ഇവരുടെ മനസ്സിൽ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെയുള്ള ഇവരുടെ മനസ്സിൽ ആ ശൂന്യതയും ഹെൽപ്ലെസ്നെസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് പലപ്പോഴും സൂയിസൈഡൽ തോട്ട്സും, അതുപോലെ തന്നെ ആ സൂയിസൈഡൽ തോട്ട്സ് വരുമ്പോൾ അവരുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് അത് പ്രകടിപ്പിക്കാനും അത് പറയാനും ഒക്കെയുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് സൂയിസൈഡൽ ത്രെറ്റ്സ് ഇവരിൽ കൂടുതൽ കാണിക്കാം. ഇനി ചില ആൾക്കാരിൽ ഈ സൂയിസൈഡൽ ബിഹേവിയർ സെൽഫ് ഹാമിംഗ് ബിഹേവിയറിലോട്ട് അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നതിലേക്കും മുതിരാറുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് സൂയിസൈഡൽ ത്രെറ്റ്സും മറ്റും ഇവർ പ്രകടിപ്പിക്കുമ്പോൾ ഇവരെ ഇരുന്ന് കേട്ട് ഇവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് എത്രയും പെട്ടെന്ന് സഹായം നൽകാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. നമ്മളുടെ ഹോസ്പിറ്റലുകളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകളിൽ സൈക്യാട്രി വാർഡുകളിലും മറ്റൊക്കെ എമർജൻസി അഡ്മിഷൻ നടക്കുക. സാധാരണ നടക്കുന്ന അഡ്മിഷൻ അല്ല, എമർജൻസി അഡ്മിഷൻ നടക്കുന്നതിൽ ഏകദേശം ഒരു 10% ആൾക്കാർ ഇത്തരത്തിലുള്ള ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ സൂയിസൈഡൽ ബിഹേവിയർ കാണിക്കുകയോ അതുപോലത്തെ മറ്റ് സിംറ്റംസ് കാണിക്കുന്നത് കൊണ്ട് അഡ്മിറ്റ് ആയിട്ടുള്ളവരായിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിൽ സൂയിസൈഡൽ ബിഹേവിയറുകൾ ഇവർ കാണിക്കാനും സൂയിസൈഡ് ചെയ്തിട്ട് ജീവിതം തന്നെ നഷ്ടപ്പെടാനുമായിട്ടുള്ള സാഹചര്യം ഇവരിൽ കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം നേടിക്കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. പലപ്പോഴും അവർ സൂയിസൈഡിന്റെ ലക്ഷണങ്ങളും മറ്റും പ്രകടിപ്പിക്കുന്നതായിരിക്കും. അവ എന്താണെന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് സൂയിസൈഡ് ഒരാൾ ചെയ്യാൻ പോകുന്നു അതിന്റെ ലക്ഷണങ്ങൾ, സൈൻസ് എന്തൊക്കെയാണെന്ന് പരാമർശിക്കുന്ന ഒരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. അത് ഞാനിവിടെ ലിങ്കിൽ ഞാൻ ചേർക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. സോ ശ്രദ്ധിക്കുക, സൂയിസൈഡൽ ബിഹേവിയറോ തോട്ട്സോ അവർ പ്രകടിപ്പിക്കുന്നെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും ആ സമയം ഇരുന്ന് കേട്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് അവർക്കൊരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം നേടിക്കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഇനി ആറാമത്തെ ലക്ഷണമാണ് ഇൻസ്റ്റബിലിറ്റി ഓഫ് മൂഡ് എന്ന് പറയുന്നത്. ഇവർക്ക് പലപ്പോഴും ഒരു മൂഡിൽ അവർക്ക് അനുഭവപ്പെടുന്ന മാനസികാവസ്ഥയിൽ ഇമോഷണലിൽ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടായിരിക്കില്ല. പലപ്പോഴും അവർക്ക് വളരെ സന്തോഷം അനുഭവപ്പെടുന്ന ഒരവസ്ഥ, അതിനുശേഷം ചെറിയൊരു ദുഃഖിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവുമ്പോൾ അതിൽ വളരെയധികം വേദനിച്ചു പോയിട്ട് വളരെ ആങ്ഷ്യസ് ആയിട്ട് വളരെയധികം നെഗറ്റീവ് ഫീലിങ്സും അല്ലെങ്കിൽ ഡിപ്രസീവ് സിംറ്റംസ് ഒക്കെ പുറത്ത് കാണിക്കുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിലുള്ള സാധാരണ നേർരേഖയിൽ അല്ലെങ്കിൽ റിലേറ്റീവ്ലി നേർരേഖയിൽ പോകുന്ന ഒരു മൂഡിന് പകരം ഇവരുടെ മൂഡ് എന്ന് പറയുന്നത് വളരെയധികം വ്യതിചലിച്ചുകൊണ്ട് വളരെയധികം താഴ്ചയും ഉയർച്ചയും ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കും. സന്തോഷം, പെട്ടെന്ന് ദുഃഖം, വളരെ താഴത്തോട്ട് പോകുന്ന ദുഃഖം, സൂയിസൈഡൽ തോട്ട്സ്, അല്ലെങ്കിൽ ഭയങ്കരമായ കൂടിയിട്ടുള്ള അഗ്രഷൻ, ആങ്കർ എക്സ്പ്രഷൻ, അതുപോലെ തന്നെ വലിയ തരത്തിലുള്ള ആങ്സൈറ്റി, ആങ്സൈറ്റിയിൽ നിന്ന് മുക്തി നേടാനായിട്ട് ഉള്ള പരിശ്രമങ്ങൾ, അതൊക്കെയും ഇവർക്ക് നമുക്ക് കൂടുതൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഏഴാമത്തെ ലക്ഷണമാണ് ക്രോണിക് ഫീലിങ്സ് ഓഫ് എംപ്റ്റിനെസ്. അതെ, വളരെയധികം സമയം നീണ്ടു നിൽക്കുന്ന, വളരെയധികം നേരത്തേക്ക് നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഒരു എംപ്റ്റി ഫീലിംഗ് ഇവർ ദുഃഖിച്ചു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം അനുഭവിച്ചതിന് ശേഷം ഇവർക്ക് വളരെ താഴ്ന്ന തരത്തിലുള്ള ലോ തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കും അല്ലെങ്കിൽ ഒരു മൂഡായിരിക്കും ഉണ്ടായിരിക്കുക. ആ സമയത്ത് ഞാൻ ഒന്നുമല്ല, എനിക്ക് ആരുമില്ല,
എന്നെ കേൾക്കാനോ മനസ്സിലാക്കാനോ സ്നേഹിക്കാനോ ആരുമില്ല എന്ന തരത്തിലുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരിക്കും. ആ സമയത്ത് വളരെയധികം വേദനിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു എംപ്റ്റിനെസ് വന്ന് ഒരു പ്രത്യാശയും മറ്റും മുന്നോട്ട് കാണാൻ സാധിക്കാത്ത സമയത്ത് സൂയിസൈഡൽ സംസാരങ്ങളോ അല്ലെങ്കിൽ സൂയിസൈഡ് തന്നെ ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, ക്രോണിക് ആയിട്ടുള്ള എംപ്റ്റിനെസ് ഇവരുടെ ഉള്ളിൽ പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് പലപ്പോഴും ഇവര് ചെറുപ്പത്തിൽ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ ആ സമയത്ത് ഇവർക്ക് അനുഭവപ്പെടേണ്ടി വന്നിട്ടുള്ള അബ്യൂസുകളോ നെഗ്ലക്റ്റുകളോ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെയും ഇവർക്ക് ഒരു സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഇവരുടെ മാതാപിതാക്കളോ ഇവരെ വളർത്തുന്ന ആൾക്കാരായിട്ട് ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഇവർക്ക് ഫോം ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അവസ്ഥ ഉള്ളത് കൊണ്ട് ഇവർക്ക് പലപ്പോഴും ആൾക്കാരെ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർ നമ്മളുടെ അടുത്ത് ഒന്ന് മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ നമ്മളുടെ അടുത്ത് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലോ നീരസം പ്രകടിപ്പിച്ചു കഴിഞ്ഞാലോ തിരിച്ചു വരും എന്ന് വിശ്വസിക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥയായിരിക്കും. നമ്മളുടെ അടുത്ത് ദേഷ്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവരെനിക്ക് നഷ്ടപ്പെട്ടു പോവോ, അവരെ എന്നിൽ നിന്നും മാറി അകന്നു പോവോ എന്നുള്ളൊരു പേടി കൊണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ശൂന്യത, ഒരു ആരുമില്ലാത്ത ഒരു ക്രോണിക് ആയിട്ടുള്ള എംപ്റ്റിനെസ് ഫീലിംഗ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും നമുക്ക് ഇവരിൽ കാണാൻ സാധിക്കുക. 8ാമത്തെ ലക്ഷണമാണ് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആങ്കർ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ടു കൺട്രോൾ ദ ആങ്കർ. പലപ്പോഴും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഉണ്ടാവുന്ന ദേഷ്യം അത് ഭയങ്കര തീവ്രമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും. കാര്യങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുന്ന അവസ്ഥ, ഉയർന്ന തരത്തിൽ ചീത്ത വാക്കുകളോ അല്ലെങ്കിൽ ചീത്തയോ മറ്റോ പറയുന്നൊരവസ്ഥ, വളരെ ഉയർന്ന രീതിയിൽ ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അത് നീണ്ടു നിൽക്കുന്ന അവസ്ഥയുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ദേഷ്യം വളരെ അധികം പ്രകടിപ്പിച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ എളുപ്പത്തിൽ പൊട്ടിത്തെറിക്കുന്ന ഒക്കെ തരത്തിലുള്ള ഒരു പ്രവർത്തനം ഇവരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സാധാരണ നമുക്കൊക്കെ ഒരു പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം ഓഫ്കോഴ്സ് എല്ലാവർക്കും വരും. ദേഷ്യത്തിന് അതിൻ്റെതായിട്ടുള്ള എവല്യൂഷണറി അഡാപ്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്. കാരണം ദേഷ്യം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി നിലകൊള്ളാനായിട്ട് നമ്മളെ സഹായിക്കുന്ന നമുക്കുള്ളൊരു ഇമോഷനാണ്. പക്ഷെ ആ ദേഷ്യം ഒരു ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ പിടിച്ചു നിർത്താനായിട്ട് പലർക്കും സാധിക്കുന്നതാണ്. പക്ഷെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ, ഫിയർ ഓഫ് അബാൻഡമെന്റ് അല്ലെങ്കിൽ ആ എംപ്റ്റിനെസ് ഫീലിംഗ് ഒക്കെ നിറഞ്ഞു നിന്ന് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ നെഗറ്റീവ് ആയിട്ടുള്ള ആ കോഗ്നിറ്റീവ്ലി ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ആ ചിന്തയിലേക്ക് എല്ലാ ചിന്തകളും മാറിപ്പോകുന്നത് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആങ്കർ നിലനിൽക്കുന്ന ഒരവസ്ഥ, കുറച്ചധികം നേരത്തേക്ക് ആങ്കർ നിലനിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവരെ ഒഴിവാക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ പണ്ടുണ്ടായിട്ടുള്ള ട്രോമാറ്റിക് ഇമേജസോ അല്ലെങ്കിൽ ആ ഓർമ്മകളോ കൊണ്ട് അവർക്ക് മറ്റുള്ളവരായിട്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുള്ളത് കൊണ്ട് ആ ആൾ എനിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഞാൻ അവഹേളന നേരിടുകയാണ് എന്നൊക്കെ ചിന്തിച്ചു കൂട്ടിയിട്ട് ആ ദേഷ്യം നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും നമുക്ക് ഇവരിൽ കാണാനായിട്ട് സാധിക്കുക. സോ മനസ്സിലാക്കുക, ഇവർക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ദേഷ്യത്തിനെ ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ നിലനിർത്താനോ അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ടുള്ള കഴിവ് കുറവായിരിക്കും. ഇനി ഞാനെന്ന് പറയുന്ന അവസാനത്തേതും 9ാമത്തേതുമായിട്ടുള്ള ലക്ഷണമാണ് ട്രാൻസിയന്റ് ആയിട്ടുള്ള പാരനോയിഡ് ഐഡിയേഷൻസോ അല്ലെങ്കിൽ ഒരു ഡിസോസിയേറ്റീവ് സിംറ്റംസോ ഇവരിൽ കാണാവുന്നതാണ്. ഇതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായ രീതിയിൽ സ്ട്രെസ് വരുന്നൊരവസ്ഥയിൽ ആ സ്ട്രെസ് മൂലം മറ്റുള്ളവരെ സംശയിക്കാനോ അവരുടെ പ്രവർത്തനങ്ങളെ അവരുടെ ചിന്തകളെയൊക്കെ സംശയത്തോടു കൂടി നോക്കി കാണാനായിട്ടുള്ള ഒരു പ്രവണത ഇവരിൽ നമുക്ക് കാണാവുന്നതാണ്. അതാണ് പാരനോയിഡ് തരത്തിലുള്ള ചിന്താഗതി സ്ട്രെസ് വരുന്ന സമയത്ത് ഇവരിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇതിനൊരു പക്ഷെ കാരണം എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ ഇവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ള നെഗ്ലക്റ്റുകളോ ഇവരെ ഒഴിവാക്കി നിർത്തിയിട്ടുള്ള സാഹചര്യങ്ങളുടെ ഓർമ്മകളോ മനസ്സിൽ വന്നതുകൊണ്ട് അവരെ ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, അവരെ ഒഴിവാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇവരെ കൂടുതൽ ക്രിട്ടിക്കലായിട്ട് കാണണം, ഇവരെ സംശയത്തോടു കൂടി കാണണം എന്നുള്ളൊരു മനോഭാവം ഇവരിൽ രൂപപ്പെട്ടതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സംശയം സ്ട്രെസ് വരുന്ന സമയത്ത് ഇവരുടെ മനസ്സിൽ വരുന്നത്. കൂടാതെ തന്നെ വളരെയധികം സ്ട്രെസ് വരുന്ന സമയത്ത് ആരോഗ്യപരമായിട്ട് അവ മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയാത്തത് മൂലം ഒരു ഡിസോസിയേറ്റീവ് ആയിട്ട്, അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്നൊക്കെ. അത്തരത്തിലുള്ള രീതിയിൽ ഇവരുടെ പേഴ്സണാലിറ്റി തന്നെ ഒരു ചെറുതായിട്ടുള്ള രീതിയിൽ മാറ്റം വന്ന് വേറൊരു ആള് പ്രവർത്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഡെവലപ്മെന്റലി തൊട്ട് മുമ്പത്തെ സ്റ്റേജിൽ ഇവരെങ്ങനെയാണോ ആയിരുന്നത് ആ ലെവലിലോട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു രീതി നമുക്ക് കാണാവുന്നതാണ്. ഇനി ഡിസോസിയേറ്റീവ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയധികം സ്ട്രെസ് വരുന്ന സമയത്ത് അതിനെ മാനേജ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ, ആ ഒരവസ്ഥയിൽ
നമ്മളുടെ ഇപ്പൊ ആയിരിക്കുന്ന വ്യക്തിത്വത്തിൽ നിന്നും ആ പേഴ്സണാലിറ്റിയിൽ നിന്നും ചെറുതായിട്ടൊന്നും മാറിയിട്ടുള്ള ഒരു വ്യക്തിത്വ സ്വഭാവങ്ങൾ കാണിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇതിനൊരു ഉദാഹരണം എന്ന് പറയുകയാണെങ്കിൽ, എക്സ്ട്രീം ഉദാഹരണമാണ് പറയുന്നത്, ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്നത് മലയാളത്തിലുള്ള ഒരു സിനിമയുണ്ട്, മണിച്ചിത്രത്താഴ്. ഈ സിനിമയിൽ ഗംഗ ചില സമയങ്ങളിൽ വളരെ എക്സ്ട്രീം ആയിട്ടുള്ളൊരു വ്യക്തിത്വം, അവരുടെ വ്യക്തിത്വം മാറി എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലുള്ള രീതിയിൽ ചെറിയ രീതിയിൽ ഇവരുടെ വ്യക്തിത്വ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവ സവിശേഷതകൾ കുറച്ചൊന്ന് മാറി വേറൊരാളായിട്ട് തന്നെ അല്ലെങ്കിൽ വേറൊരാളുടെ പോലെ ദേഷ്യവും മറ്റും നീരസവും പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ആ സിനിമയിൽ കാണിക്കുന്നത്, മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയിൽ കാണിച്ചിരുന്നത് ഒരു അന്നത്തെ കാലത്ത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നറിയപ്പെടുന്ന, ഇന്നത്തെ കാലത്ത് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്നറിയപ്പെടുന്ന ഒരു ഡിസോർഡർ ആയിരുന്നു. അതിൽ നമ്മളുടെ ഐഡന്റിറ്റിയുടെ പേഴ്സണാലിറ്റിയുടെ സ്പ്ലിറ്റിംഗ് ആണ് സംഭവിക്കുന്നത്. ഒരു വ്യക്തിത്വമുള്ള ഒരാൾ അതിൽ നിന്നും മാറിയിട്ട് വേറൊരു വ്യക്തിത്വത്തിന്റെ സ്വഭാവ സവിശേഷതകളോട് കൂടിയിട്ട് പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു ഉദാഹരണമാണ് അന്യൻ എന്ന് പറയുന്ന തമിഴ് സിനിമ. ഇതിലൊക്കെ നമുക്ക് ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് കാണാൻ സാധിക്കുന്നത്. സോ അതുപോലെ ചെറിയ രീതിയിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ, വ്യക്തിത്വ സ്വഭാവ സവിശേഷതകൾ, ആ പ്രതികരണങ്ങൾ മാറി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ആയിരിക്കുന്ന ഈ വ്യക്തിത്വത്തില് ആ സ്ട്രെസ്സിനെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയിൽ വേറൊരു വ്യക്തിയായി മാറി ആ സ്ട്രെസ്സിനെ അഭിമുഖീകരിക്കാനായിട്ടുള്ള മനസ്സിന്റെ ഒരു ഓട്ടോമാറ്റിക് ഒരു പ്രവർത്തന ശൈലിയാണ്. സോ ഇത് നമുക്ക് കാണാവുന്നതാണ്. സോ ഇത്തരത്തിലൊക്കെയുള്ള സിംറ്റംസ് നിങ്ങൾ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവർക്ക് സഹായം തേടിക്കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇത് വളരെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വ വൈകല്യമാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. സോ ഇത് മാനേജ് ചെയ്യാനായിട്ടുള്ള സ്കിൽ സെറ്റുകളും അതുപോലെ തന്നെ തെറാപ്യൂട്ടിക് പ്രോസസ്സിലൂടെ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതിന് ഏറ്റവും അവൈലബിൾ ആയിട്ട് ഒരു എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ആണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിക്കുള്ള ഒരു എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ടെക്നിക്കാണ് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത്. സോ അതിലൂടെയും വ്യത്യസ്ത തെറാപ്യൂട്ടിക് ഫോർമുലേഷനുകളിലൂടെയും നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങളുടെ പാർട്ട്ണർക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊരു അവബോധം അവർക്ക് നേടിക്കൊടുക്കാനായിട്ട് ഈ വീഡിയോ അവരിലോട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് മറ്റ് സോഷ്യൽ മീഡിയയിലോട്ട് ഷെയർ ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് അമർത്തുക. ഇത്തരത്തിലുള്ള ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചും മറ്റു മാനസികാരോഗ്യ അവസ്ഥകളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. എൻ്റെ അടുത്തു നിന്നും തെറാപ്പി നേടുന്നതിനായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എന്നിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. സോ എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ബൈ.